അതന്നെ ഞാൻ എനിക്കും ചോദിക്കേണ്ടത് ആരാ ആ പതുക്കെ ഓക്കെ ഇപ്പൊ ശരി യോ രാക്ഷസി പോലെ ഇന്ന് ഞാനും ദിലും കൂടി മേക്കപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് ദിലു എന്നെ മേക്കപ്പ് ചെയ്യും, ഞാൻ ദിലുവിന് മേക്കപ്പ് ചെയ്യും. ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോൾക്ക് മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണ വീഡിയോ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഏതോ യൂട്യൂബിലൊക്കെ ഏതോ ചാനൽസിൽ എടുക്കുന്നത് കണ്ടിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ടിടാമെന്ന്. പിന്നെ പൊതുവേ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യണ കാരണം ആൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിപ്സ്റ്റിക് ഇടാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കരുത്, പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊക്കെ ഇടുന്നത് കണ്ടിട്ട്. നമ്മുടെ എന്താ ഭയങ്കര പെർഫ്യൂം ഭയങ്കര ഇഷ്ടം, 24 മണിക്കൂർ പെർഫ്യൂം അടിച്ചെടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ കൊണ്ടു നടക്കും. എൻ്റെ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ബോക്സ് ഉണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കും പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ബോക്സാണിത്. ഇതിൻ്റെ അകത്താണ് ബാക്കിയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് അതുപോലെ ആവശ്യ സാധനങ്ങൾ ഞാനപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഈ 2 ബോക്സസ് എന്തൊക്കെയാണെന്നത് കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരുന്നില്ല. എന്നാലും ഓക്കെ തുടങ്ങണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് തന്നെ മതിയാവും, കാരണം ഇതിൽ തന്നെ ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നാണ് കുട്ടി പറയുന്നത്. ന്യൂ ഡ്രസ് ഫസ്റ്റ് എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരുമോ? അപ്പൊ ഏത് ബോക്സ് എടുക്കണതിലും ഈ ബോക്സിലൊന്നും ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, ഇതിലും ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, നാച്ചുറൽ. ഞാനിപ്പോ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാം പറയുമ്പോ ഇതിലിങ്ങനെ പറയണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഞാൻ ഫസ്റ്റ് ഇതിട്ട് കൊടുക്കാൻ പോവാണ്, ഞാനിനി ഈ ക്രീം പറ്റി കൊടുക്കാൻ പോവാണ്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോവാണ്, ഈ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് എന്നൊക്കെ പറയണം. ഓക്കെ, ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്. എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് ക്രീം ഇടും, ലിപ്സ്റ്റിക് ഇടും, ഈ ലിപ്സ്റ്റിക് ഇടണം. അത് ഞാൻ എപ്പോഴും ഇടാറുള്ള ലിപ്സ്റ്റിക് ആണിത്, അതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ തുടങ്ങിക്കോ. എന്താ കാണിച്ചു കൊടുക്കുക ക്രീം ഏതാണ്? ബിഗ് പോൺസിന്റെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബാക്കിയൊക്കെ ക്രീമായിട്ട് മൂക്കിലാണല്ലോ ഇരിക്കണത്. കുഴപ്പമില്ല, എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് കാണിച്ചു കൊടുക്കുക ഏതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് ഇപ്പൊ തന്നെ ഇടാണോ കോമ്പാക്ട്? അല്ല, ഐലൈനർ അമ്മ അത് കാണിക്കും. ഒരു 3 ഐലൈനേഴ്സ് ആണ്. ബ്ലാക്കും ഒരു സിൽക്കി ഐലൈനർ ഉണ്ട്, ആൻഡ് ബ്ലൂ ഉണ്ട്. ഇതിലൂടെ ഐ വാണ്ട് ബ്ലാക്ക്. സ്റ്റിക്ക് ഇട്ടിട്ട് ഐബ്രോസ് ഒക്കെ ചെയ്യണല്ലേ? ഐബ്രോ ശരി.
ഫിനിഷ്. ഇനി ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത് മാർസിന്റെ. പതുക്കെ. ഓക്കെ ഫിനിഷ്. സൂപ്പർ. കഴിഞ്ഞല്ലേ? ഇതെന്തത്? ഫിനിഷ്. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഉള്ളതായിക്കോട്ടെ. അതിലൊന്ന് കണ്ണുമിത്തന്നെ വേണേ. ലിപ്സ്റ്റിക്കിന്റെ ബാക്കി പകുതി ഈ കവളുമൊക്കെ ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിന്റെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. അല്ലോ ആദ്യമായിട്ട് തരൂ. യോ രാക്ഷസി പോലെ. അടുത്ത കണ്ണിലൂടെ ചേച്ചി വേഗം ഫിനിഷാക്ക്. തുടങ്ങിയത് ഞാൻ തന്നെയല്ലേ. ഇതെന്താ കാണുന്നത്? ഇത് ഇച്ചിരി സമാധാനമുണ്ട്. വാട്ട് ഈസ് ദിസ്? സുന്ദരിക്കുത്താണോ എനിക്കിത്? സാധാരണ സുന്ദരി ഞങ്ങൾ ഇവിടെയാണ് കുത്താറ്. ഇതെന്താ? ഇത് സ്റ്റൈലാണോ? ഇപ്പത്തെ ഇതാണ് എന്റെ ദിലുവിന്റെ ഫൈനൽ ലുക്ക് അല്ലെ? ദിലുവിന്റെ വർക്കാണത്. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. വാട്ട് ഈസ് ദിസ്? അങ്ങനെ എന്റെ മേക്കപ്പ് ചെയ്ത് ഒരുവിധം ആക്കിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും ക്രീമും ഒരു കോമ്പാക്റ്റൊക്കെ ഇട്ട് കണ്ണെഴുതി തന്നതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഭംഗിയായത് ഐലൈനർ ആണ് ദിലു. ഓക്കെ. ഇതിലെന്ത് ഭയങ്കര എക്സ്പേർട്ട് ഉണ്ട് എൻ്റെ മോൾക്ക്. ഐബ്രോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് രണ്ടറ്റത്തൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ദിലുവിൻ്റെയാണ് ഞാൻ ചെയ്യാൻ പോണത്. ആർ യു റെഡി ദിലു? റെഡി പറയേ. ഞാനിപ്പോൾ ഇതിലുണ്ട് മോളുടെ ഒരു ഫേസ് ക്രീം ഉണ്ട്. സെബാമിൻ്റെ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതായതുകൊണ്ട് നെക്സ്റ്റ് കോമ്പാക്ട് ഇതിൽ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഓക്കെ. കുറച്ചിട്ട് കൊടുത്താൽ മതി. വെട്ടിക്കാം. നമുക്ക് വെട്ടിക്കാം. കയ്യിലിപ്പോൾ ഒരു 3 ലിപ്സ്റ്റിക് ഷെയ്ഡാണുള്ളത്. വിച്ച് വൺ യു വാണ്ട്? ദിസ് വൺ. ഈ ഒരു ഇതുവരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനിട്ട അതേ ഷെയ്ഡാണ് വേണ്ടത്. മാർസിന്റെ ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ആണ് ഇതിലുണ്ട് മെയിൻ അല്ലേ? പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഇട്ടതിൽ ഇവിടെ മാത്രമേ ചില പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ബ്ലാക്ക് ഐലൈനർ ഇടാൻ പോകുന്നത് കേട്ടോ. റെഡി? എല്ലാം തെറ്റിപ്പോയി. അതൊന്ന് ഉണങ്ങട്ടെ. ക്ഷമിക്ക്. Open and spread out. Wait for 5 minutes. Only 5 minutes. Open slowly. Wow. എൻ്റെ ചെറിയൊരു ഷിമ്മർ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ഐലൈനറിന് മുമ്പാണ് ഇട്ടത്. അപ്പോൾ ആൾക്ക് ഇപ്പോ ആണ് അതിന്റെ ആവശ്യം വന്നത്. അപ്പോൾ ഇത് എനിക്കും ഇടാൻ മറന്നത് കാരണം ഫസ്റ്റ് എനിക്ക് ഇട്ടുതരാന്ന് പറഞ്ഞു. എന്റെ കണ്ണ് എവിടെ ഇട്ടുണ്ടോ?
But I told put heart here. Heart. എന്താ വേണ്ടത്? അവിടെ നോക്കി പറഞ്ഞു. Heart ഹാർട്ടോ എവിടെ? here. ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത് ഈ ഹാർട്ടൊക്കെ? Place. Place. Heart. ഓക്കെ, അപ്പൊ ദിലുവിന് ഹാർട്ട് നമുക്ക് ഐലൈനർ കൊണ്ട് ഹാർട്ട് വെച്ചു കൊടുക്കാം. Here. അവിടെ ഹാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, മച്ച് എനഫ്. ഇഷ്ടപ്പെട്ടോ? Yeah. Let's ഇന്ന് നെക്സ്റ്റ് അന്നിത്രാക്കിയത് പോരെ? no. Let's change our clothes. Let's change our clothes. എനിക്ക് ഡ്രസ് മാറട്ടാ. അതന്നെ ഞാൻ എനിക്കും ചോദിക്കേണ്ടത്. ആരാ? മമ്മ കണ്ടില്ലേ ദിലു? നോക്കിയേ, നല്ല സുന്ദരിയാക്കിയില്ലേ? ഇത് ദിലു പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാ. ഞാൻ വാലൊക്കെ നോക്കിയാ, സീ കണ്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഹേർട്ട് ഇട്ട് കൊടുത്ത കാരണം എനിക്ക് ഓൾറെഡി ആളുടെ ഒരു പുത്തൂടുണ്ടല്ലോ. ഹേർട്ട് ആക്കിയിട്ട് നോക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരുടെയും ഇതിന്റെ റൈറ്റിലും എൻ്റെ ലെഫ്റ്റിലുമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. ആളുടെ കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിലും ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഒരു പാർട്ടി വെയർ ആണ്. ഇതിലാണ് ആദ്യമായിട്ടല്ല, കുറേ നാൾക്ക് ശേഷം ഒരു പാർട്ടി വെയർ പോലെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണത്. അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഫേവറേറ്റ് ആണ്. എന്ത് ഇതാണ് പരിപാടി ഉണ്ടെങ്കിലും ആൾ ഫസ്റ്റ് ചൂസ് ചെയ്യണത് ഈ ഡ്രസ്സായിരിക്കും. അപ്പോൾ ഇന്നും ഈ ഒരു വീഡിയോക്കും വേറെ കുറേ ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറ്റൂല. ഈ ഡ്രസ്സ് തന്നെ ഇടണം. റെഡിയല്ലേ? യെസ്, അങ്ങനെ ഞങ്ങൾ ഇതിൽ കൂടി ഡ്രസ്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി കുറച്ച് ഹെയർ മേക്കപ്പ് ഒക്കെ ഉണ്ട്. ഹെയർ മേക്കപ്പിന് നമുക്കിവിടെ നമുക്കിങ്ങനെ പിന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. അത് നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഹെയർ ടൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് സ്റ്റൈൽ അതിൽ വേണ്ടത്? പിൻ. ഓക്കെ, ജസ്റ്റ് ഒന്നോട് പിൻ ചെയ്തിടാണ് പറയണത്. ഞങ്ങളുടെ ഹെയർ ഡ്രസ്സും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദിലു എന്നെ മേക്കപ്പ് ചെയ്തു. ഞാൻ ദിലുവിനൊന്ന് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറുന്നുള്ള പെട്ടെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ എൻ്റെ മോള് വീട്ടിൽ നടക്കുമ്പോഴും ഏതാണ്ട് ഈ ഒരു ക്വാളിറ്റി തന്നെയാണ്. എനിക്കത് കാരണം വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഈ കണ്ണെഴുതലും ലിപ്സ്റ്റിക്കൊക്കെയാണ് ഫുൾ ടൈം ഉള്ള ആളുടെ പണി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എന്താ ചെയ്യേണ്ടത്? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.